ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് തളർന്നു കിടക്കുന്ന പെൺകുട്ടി, അവളെയാണെങ്കിൽ നോക്കാൻ പറ്റുന്ന ഡോക്ടർ, കോളേജ് വിട്ട് ഒളിച്ചു വരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ പോലീസുകാരെ, സ്പോൺസേഴ്സ് തുടങ്ങിയ മിക്കപേരും അവളെ സഹായിക്കാനെന്ന പേര് മാറി മാറി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾക്കാണെങ്കിൽ ഒന്നിലും പ്രതികരിക്കാൻ പറ്റാതെ കിടക്കേണ്ടി തന്നെ വരുന്നു. അങ്ങനെ ഒരിക്കലും അവൾ നോക്കുമ്പോഴത്തേക്കിനും അവളുടെ അമ്മാവനെന്ന് പറഞ്ഞ് ഒരു മിണ്ടാൻ പറ്റാത്ത ഒരാൾ വന്ന് കിടന്നു. ഇവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അവളെ സഹായിക്കാനാണോ അതോ അവളെ ഉപയോഗിക്കാനാണോ? അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിൾ എന്ന് പറഞ്ഞ 2018 റിലീസ് ചെയ്തൊരു കൊറിയൻ സിനിമയാണ്. ഏതായാലും നമുക്ക് നേരെ ഒരു വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്സി എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെയായിരുന്നു. അവളാണെങ്കിൽ ഒരു പ്രായം തൊട്ടേ തളർന്ന് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഫുൾ ടൈം ആ കട്ടില്ല തന്നെയാണ്. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു വൈകുന്നേര സമയമാണ്. ആ സമയത്ത് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് മോശപ്പെട്ട യുവാക്കൾ അവളുടെ മുറി വന്നിട്ട് അവിടെ ഇരുന്ന പാട്ടും അതുപോലെ തന്നെ വെള്ളവടിയൊക്കെ കഴിഞ്ഞ ശേഷം ഇവളെ ഓരോരുത്തരുടെ മാറി മാറി ഉപയോഗിക്കും. അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവളാണെങ്കിൽ അങ്ങനെ തന്നെ കിടത്തേണ്ടി വരും. പിന്നീട് ഇവളെ നോക്കാൻ പിന്നെ സോഷ്യൽ വർക്കർ എത്താറാകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അവരാണെങ്കിൽ ജനൽ വഴി ചാടിപ്പോവും. പിന്നീടാണ് ആ സോഷ്യൽ വർക്കറായിട്ടുള്ള നേഴ്സ് വരുന്നത്. അവളുടെ ജോലി എന്ന് വെച്ചാൽ ഇവളെ നോക്കുന്നതാണ്. പക്ഷേ അവളാണെങ്കിൽ ഓരോ ദിവസവും വരുമ്പോഴത്തേക്കിനും അത്ര മൂടിലൊന്നും അല്ലായിരിക്കും. അങ്ങനെ ആ ദിവസത്തെ ദേഷ്യം മുഴുവൻ ഈ പെൺകുട്ടിയുടെ ദേഹത്തോട്ടങ്ങ് തീർക്കും. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞും നേഴ്സാണെങ്കിൽ ഇവളെ ജസ്റ്റ് ക്ലീനൊക്കെ ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും തൊട്ട് പുറകെ ഡോക്ടർ കയറി വരും. ഡോക്ടർ ഇതുപോലെ തന്നെ ഇവളെയാണെങ്കിൽ വേറൊരു കണ്ണിൽ കൂടെ കണ്ട് കിട്ടുന്ന അവസരത്തിലൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ഇപ്സി ആണെങ്കിൽ ഇതൊക്കെ സഹിച്ചിങ്ങനെ കിടക്കേണ്ടി വരും. പിന്നീട് നമ്മൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേഴ്സും ഡോക്ടറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ നേഴ്സിനാണെങ്കിൽ ഒരു മോഡലാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഡോക്ടറിനാണെങ്കിൽ ഒരുപാട് പേരെ ഫീൽഡിലുള്ള അറിയാമെന്ന് പറഞ്ഞ് ഇന്നും നേഴ്സിനെ ആണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ആണെങ്കിൽ ആ തളർന്ന് നടക്കുന്ന പെൺകുട്ടിയായിട്ടുള്ള ഇപ്സിയുടെ മുറി വെച്ചാണ് നടക്കുന്നത്. അവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കിടക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കുമാണ് മിസ്റ്റർ സെൻ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നത്. അവനാണെങ്കിൽ ഇതുപോലെ തളർന്ന് കിടക്കുന്നവരൊക്കെ നോക്കുന്ന സംഘടനയുടെ ഓഫീസറായിരുന്നു. അതുപോലെ തന്നെ ഇവളുടെ ചുമതല അവനായിരുന്നു. ഇതായിരുന്നു ഇപ്സിയുടെ മിക്ക ദിവസത്തെ അവസ്ഥ. ഡെയിലി ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇപ്സി ആണെങ്കിൽ രാവിലെ കണ്ണു തുറക്കുമ്പോഴത്തേക്കും തൊട്ടടുത്തത് ഒരു ആൾ കിടക്കുന്നത്. അവളാണെങ്കിൽ പേടിച്ച് താഴോട്ടൊക്കെ വീഴും. ഇച്ചിരി കഴിയുമ്പോൾ അവനാണെങ്കിൽ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തും. അവനാണെങ്കിൽ സംസാരിക്കുമൊന്നും പറ്റത്തില്ലായിരുന്നു. അവനാണെങ്കിൽ അവളെ ഒന്നും മോശമായിട്ടൊന്നും ചെയ്യത്തില്ലായിരുന്നു. പകരം പരിചരിച്ചുകൊണ്ടിരിക്കും. പിന്നീടാണ് അവൾക്ക് മനസ്സിലാകുന്നത് അതാണെങ്കിൽ അവളുടെ അമ്മാവനാണെന്ന്. ചെറുപ്പത്തിൽ എന്തൊക്കെയോ കാരണം കൊണ്ട് നാട് വിട്ടുപോയതായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നേക്കുമായിരുന്നു. അവനാണെങ്കിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവളുടെ അച്ഛനും അമ്മയും മുത്തച്ഛനും എല്ലാം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിയെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. അവനാണെങ്കിൽ നല്ലപോലെ ഇവളെ നോക്കും. പതിയെ അവൾക്കൊരു സന്തോഷമൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നീട് എന്നത്തെയും പോലെ നേഴ്സൊക്കെ വരും. പക്ഷെ അവർക്കാണെങ്കിൽ ഇവനെ കാണുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. കാരണം ഇവനുള്ളതുകൊണ്ട് അവിടുത്തെ പരിപാടികളൊന്നും നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ പതിയെ ഇവനെതിരെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുക. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഇവർ സെന്നിനോട് ഇന്ന് കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ അവർ 3 പേരും കൂടെ എങ്ങനെയും ഇവനെ പുറത്താക്കണമെന്ന് പ്ലാൻ ചെയ്യും. പക്ഷേ സെന്നിനാണെങ്കിൽ അമ്മാവൻ അവളെ നല്ലപോലെ നോക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. അവനാണെങ്കിൽ മാറിയിരുന്ന് അവളുടെ അമ്മാവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നിട്ട് പറയാം അവനോട് തന്നെ അവളെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് പോകും. പിന്നീട് ഓരോ ദിവസങ്ങളും മംഗള് തന്നെ അവളെ നല്ലപോലെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു പോലീസ് ഓഫീസർ വീട്ടിലെത്തിയിട്ട് പറയുന്നത് അവനെതിരെ 2 പേര് കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഇവളെ മോശമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതെന്ന്. അത് കൊടുത്ത് താൻ നേഴ്സും ഡോക്ടറായിരുന്നു. അത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയായിരുന്നു. ഇപ്പോഴേ പോലീസുകാരനാണെങ്കിൽ ഇവനെപ്പറ്റി ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് പിടികിട്ടുന്നത് പണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മേനെ കൊന്നിട്ട് ജയിലിൽ പോയതായിരുന്നു ഇവനെന്ന്. അങ്ങനെ ഈ ന്യൂസ് ആണെങ്കിൽ ആ പെൺകുട്ടി അറിയുന്നതിന് മുന്നേ തന്നെ അമ്മാവനാണെങ്കിൽ തൽക്കാലം വീട്ടിൽ നിന്ന് പോകും. പിന്നീട് പക്ഷേ പോലീസുകാരനെ പെൺകുട്ടിയുടെ സത്യമെല്ലാം പറയും. അവളാണെങ്കിൽ ഭയങ്കര വിഷമം കാരണം കരഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞാണ് ആ സെൻ എന്ന് പറഞ്ഞ ഓഫീസറാണെങ്കിൽ വീണ്ടും അവളെ കാണാൻ വേണ്ടി വരുന്നത്. അവളുടെ അടുത്ത് വന്നിട്ട് അവളുടെ അമ്മയെപ്പറ്റി പറയും. ആ ഗ്രാമത്തിലുള്ള പകുതി പേർക്കും അവളുടെ അമ്മേനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ തെറ്റായിട്ടുള്ള ഒരുപാട് നുണപ്രചാരണങ്ങളൊക്കെ നടത്തിയ ശേഷം പിന്നീട് കുറേ യുവാക്കൾ കൂടി ഇവളുടെ അമ്മാവനെ ഉപയോഗിച്ച് അവളുടെ അമ്മേനെ ഉപയോഗിക്കാൻ നോക്കിയ സമയത്ത് ഇവളുടെ അമ്മാവനാണെങ്കിൽ മറ്റു വഴിയില്ലാതെ അവളുടെ അമ്മേനെ കൊല്ലുമായിരുന്നെന്ന് പറയും. അങ്ങനെ അവളാണെങ്കിൽ സത്യമെല്ലാം മനസ്സിലാക്കും. പക്ഷേ ഇത് വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് നോക്കി ഇവനാണെങ്കിൽ അവളെ ഒന്ന് ഉപയോഗിക്കണമെന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ നൈസായിട്ട് അവൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷേ ആ സമയത്ത് തന്നെ അവളുടെ അമ്മാവൻ വന്ന ശേഷം സെന്നിനെ ഇടിച്ചിടും. അങ്ങനെ അവർ തമ്മിൽ നല്ല അടിപിടിയാവും. ഏറ്റവും അവസാനം അമ്മാവനാണെങ്കിൽ സെന്നിനെ അവളുടെ മുന്നിലിട്ട് കൊല്ലും. പിറ്റേ ദിവസം തൊട്ട് ഇപ്സിയാണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷത്തിലിരിക്കും. അവളും അമ്മാവനുമായിട്ട് പ്ലാൻ ചെയ്യും തന്നെ ഉപയോഗിച്ച് ഓരോരുത്തവരെയായിട്ട് തീർക്കണമെന്ന്. അങ്ങനെ ആദ്യം തന്നെ ആ നേഴ്സിനെ പരിശോധനയ്ക്കായിട്ട് വിളിച്ച് വരുന്നു. എന്നിട്ട് അവളെയാണെങ്കിൽ അവിടെ പിടിച്ച് കെട്ടിയിടും. ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേക്കിനും ഡോക്ടർ വരുമ്പോഴത്തേക്കിനും ഇവളാണെങ്കിൽ നഗ്നയായിട്ട് വെട്ടിക്കിടക്കുമായിരുന്നു. ഡോക്ടർ ആ സമയം എന്തൊക്കെ മുതലെടുക്കാൻ വരുമ്പോഴത്തേക്കിനും അമ്മാവൻ വന്ന് അവനെ അടിച്ച് കെട്ടിയിടും. പിന്നീട് അവനാണെങ്കിൽ ആ നേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറയും അവൾക്കൊരു ചാൻസ് കൊടുക്കാം. ഇപ്പോൾ ആ ഡോക്ടറെ കൊല്ലുവാണെങ്കിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഇവരുടെ എല്ലാം മുന്നിലിട്ട് അവളെ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന്. നേഴ്സാണെങ്കിൽ സമ്മതിക്കാതിരിക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ എല്ലാവരുടെയും മുന്നിലിട്ട് അവളെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവളാണെങ്കിൽ അപ്പം തന്നെ കത്തിയെടുത്ത് അവിടെ ഒരു ഡോക്ടറെ എത്തി കൊല്ലും. പിന്നീട് അവളെ വീണ്ടും അവിടെ തന്നെ വേറൊരു റൂമിലേക്കാക്കും. അന്ന് രാത്രിയാണ് എന്നും വരുന്ന പോലെ ആ യുവാക്കളെല്ലാം കൂടെ വരുന്നത് അവളെ നശിപ്പിക്കാനായിട്ട്. ഈ സമയത്തേക്ക് അമ്മാവനാണെങ്കിൽ അങ്ങോട്ട് എന്നിട്ട് ഓരോരുത്തവരെയായിട്ട് അത്ര യുവാക്കളെ കൊല്ലും. അങ്ങനെ ഈ കൊല്ലമൊക്കെ കഴിഞ്ഞ് അമ്മ നിൽക്കുമ്പോഴത്തേക്കുമാണ് പോലീസ് ഓഫീസറാണ് അങ്ങോട്ട് വരുന്നത്. അവർ തമ്മിലാണെങ്കിൽ ശരിക്കും ഒരു ഏറ്റുമുട്ടലുണ്ടാവും. ഇതിൻ്റെ ഇടയിലേക്ക് നേഴ്സ് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും പോലീസ് ഓഫീസർ കയ്യിൽ തോക്കിന്ന് വെടി പൊട്ടിയിട്ട് നേഴ്സാണെങ്കിൽ അവിടെ മരിച്ചു വീഴും.
അതിനുശേഷം അമ്മാവനും പോലീസ് ഓഫീസറും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കിയിട്ട് രണ്ടുപേർക്കും നല്ല പരിക്ക് കേൾക്കും. അമ്മാവനാണെങ്കിൽ പതിയെ ഇപ്സിയുടെ അടുത്ത് പോയി കിടക്കും. അങ്ങനെ പതിയെ അമ്മാവന് മരിച്ചു വീഴും. ഏറ്റവും അവസാനം ഇപ്സി ആണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കാവും. അവളാണെങ്കിൽ പതിയെ കഴിഞ്ഞ് പുറത്തേക്ക് പോകും. അങ്ങനെ സിനിമയുടെ ഏറ്റവും അവസാനം നമ്മളെ കാണിക്കുന്നത് അവളാണെങ്കിൽ വെളിയിൽ ഇറങ്ങി നിന്ന് സന്തോഷത്തോടു കൂടി ശ്വാസം ശ്വസിക്കുന്നതായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാനും സാധിക്കുന്നുണ്ട്. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.